ജേർണിയിലേക്ക് ആദ്യമായിട്ട് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കാം. എങ്ങനെ നല്ലൊരു പാരന്റ് ആകാം, ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എങ്ങനെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാം, ഞാൻ നല്ലൊരു അച്ഛനാണോ, ഞാൻ നല്ലൊരു അമ്മയാകുന്നുണ്ടോ എന്നൊക്കെ എല്ലാവരുടെയും കൺസേൺസ് ആണ്. ഒരു നല്ല പാരന്റ് ആകുക എന്ന് പറയുന്നത് ഒരേ സമയം എളുപ്പവും അതേസമയം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലപോലെ നമുക്ക് കെയർ ചെയ്തും കൺസേൺ ചെയ്തും നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ. എങ്ങനെ നല്ലൊരു പാരന്റ് ആകാം എന്നതിനെ പറ്റിയിട്ട് ആദ്യം പറയുന്ന അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു അഡ്വൈസാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുക. പക്ഷേ റിയാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകാൻ ഒരു പാരന്റിനും കഴിയില്ല എന്നതാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നത് അവരുടെ പിയർ ഗ്രൂപ്പിന് മാത്രമാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരന്റ്സ് ആകാനാണ് കഴിയുന്നത്. ഒരിക്കലും നിങ്ങൾ അവിടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, മക്കളെ തല്ലി വളർത്തേണ്ടതെന്ന് പറയുന്ന ഒരു കൂട്ടം പാരന്റ്സും ഉണ്ട്. മക്കളെ തല്ലി വളർത്തേണ്ട ആവശ്യമില്ലടോ, പക്ഷേ അവർക്ക് കൃത്യമായിട്ടുള്ള പണിഷ്മെന്റ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാനും യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയാനും പ്രോപ്പറായിട്ട് ആസ് എ പാരന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി പാരന്റിങ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതിനകത്ത് പലതരം പാരന്റിങ് സ്റ്റൈൽസും ഉണ്ട്. ഈ സ്റ്റൈൽസ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാരന്റിങ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആസ് എ പാരന്റ് നിങ്ങൾ ഏത് സ്റ്റൈലിലാണ് ഇപ്പൊ നിങ്ങളുടെ കുട്ടീനെ വളർത്തുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ 5 തരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽസ് ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ. അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പടികം മൂവിയിൽ തിലകന്റെ കഥാപാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. അതായത് വളരെ ഹാർഷായിട്ടുള്ള റൂഡായിട്ടുള്ള പണിഷ്മെന്റ്സ് കൊടുക്കുന്ന കുട്ടികളുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോ അംഗീകരിക്കാതെ എൻ്റെ മകനാണ് നീയെങ്കിൽ നീ എൻ്റെ വഴിക്ക് വരണമെന്ന വാശിയുള്ള അച്ഛനും അമ്മയും. കുട്ടിക്ക് എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം, പക്ഷെ മറിച്ച് നീ ഡോക്ടറിന് പോയാൽ മതി, എൻ്റെ അന്തസ്സിന് അതാണ് വേണ്ടത് എന്ന വാശിയുള്ള കണിശക്കാരനായ ഒരു അച്ഛനും അമ്മയുമാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു അതോറിറ്റേറിയൻ പാരന്റിങ് സ്റ്റൈലാണ് നിങ്ങളുടെ മക്കളെ വളർത്തുന്നത്. ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഫ്യൂച്ചറോ അല്ലെങ്കിൽ നല്ലൊരു മെന്റൽ ഹെൽത്തോ ഈ പാരന്റിങ് സ്റ്റൈലിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നില്ല. രണ്ടാമത്തെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് പെർമിസീവ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈലാണ്. പെർമിസീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്തിനും യെസ് പറയുന്ന ഒരു പാരന്റ്. കുട്ടി പറയാണ് എനിക്ക് 500 രൂപയുടെ ഒരു ടോയ് ആണ് കുട്ടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കുക, നിങ്ങളുടെ കയ്യിൽ 200 രൂപയെ കാണത്തുള്ളൂ. പക്ഷേ ആ കുട്ടിയോട് അപ്പം നോ പറയാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലാണ്ട് എൻ്റെ മക്കൾ എന്ത് വിചാരിക്കും, എന്തിനും യെസ് പറയുന്ന, അവരുടെ ഏത് വാശിക്കും അവരുടെ ഏത് ആവശ്യത്തിനും എന്തിനും ഏതിനും യെസ് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പാരന്റിങ് സ്റ്റൈൽ. ഇതും നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനോ മറ്റ് രീതിയിലുള്ള ഉയർച്ചയോ ഈ പാരന്റിങ് സ്റ്റൈലിൽ നിന്നും നല്ല രീതിക്ക് കിട്ടാൻ പോകുന്നില്ല. മൂന്നാമത്തെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈലാണ്. അതായത് ഹെലികോപ്റ്റർ പോലെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എൻ്റെ കുഞ്ഞ് തറയെ വീണു പോയോ, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞ് എവിടെയും എപ്പോഴും ആ കുഞ്ഞിൻ്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി അങ്ങനെ ചെയ്യും മക്കളെ, ഇങ്ങനെ ചെയ്യും മക്കളെ എന്ന് പറഞ്ഞ് ഓരോരുത്തരും സജഷൻ കൊടുത്ത് അവർ നമ്മളിലേക്ക് ഡിപ്പെൻഡൻ്റ് ആക്കുന്ന ഒരു കൈൻഡ് ഓഫ് പാരന്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പാരന്റിങ് സ്റ്റൈൽ. ഇതും നിങ്ങളുടെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, നല്ലതായിട്ട് ഭവിക്കാനായിട്ട് പോകുന്നില്ല. ഇനി നാലാമത്തെ പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അൺഇൻവോൾവ് അല്ലെങ്കിൽ നെഗ്ലക്റ്റിംഗ് ടൈപ്പ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് കുട്ടിയുടെ ഒരു കാര്യത്തിൽ എന്ത് ചെയ്യത്തില്ല, ഇവർ ഇടപെടത്തില്ല. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ ചില പാരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവരെവിടെയാണ് പഠിക്കുന്നത്, അവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. നമ്മളോട് തിരിച്ചു വയ്ക്കും, എന്തോ അറിഞ്ഞുകൂടാ, 7ാം ക്ലാസ്സിലാണോ 8ാം ക്ലാസ്സിലാണോ എന്തോ. ഒരു കാര്യവും അവർ തിരക്കാൻ പോകാറില്ല, ഒരു കാര്യത്തിലും അവർ കൺസേൺഡ് ആയിട്ടില്ല. കുട്ടിയുടെ ഒരു PTA മീറ്റിങ്ങിന് പോവില്ല. കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു പാരന്റ് ആകും. ഒരു കാര്യത്തിലും കൺസേൺഡ് അല്ലാത്ത അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അവരോടൊപ്പം ചേർന്നിരിക്കാത്ത ഒരു കൈൻഡ് ഓഫ് പാരന്റിങ് സ്റ്റൈൽ അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അൺഇൻവോൾവ്ഡ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി 5ാമത്തെ പാരന്റിങ് സ്റ്റൈൽ, ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യെസ് പറയേണ്ടടുത്ത് യെസ് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനുമുള്ള കൃത്യമായിട്ടുള്ള കണ്ടീഷൻസോടെ കുട്ടികൾക്ക് വേണ്ട കൺസേണും കെയറും ഒക്കെ കൊടുക്കുന്ന ഒരു പാരന്റിങ് സ്റ്റൈലാണ് അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ പാരന്റിങ് സ്റ്റൈൽ ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നല്ലൊരു പാരന്റ് ആണോ എന്നറിയാൻ ഒരു സൂത്ര വഴിയുണ്ട്. നിങ്ങളുടെ മക്കളോട് ഈ 3 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
അമ്മയും അച്ഛനും നിന്നെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മോസ്റ്റ്ലി എല്ലാ കുട്ടികളും പറയുന്നത് യെസ് ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടോ? സ്നേഹമുണ്ടോ? അവർക്കെല്ലാം ചെയ്തു തരുന്നുണ്ടോ? വേണ്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നുണ്ടോ? അപ്പോഴും നിങ്ങളുടെ കുട്ടികളുടെ മറുപടി മിക്കവാറും യെസ് തന്നെയായിരിക്കും. പക്ഷേ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒന്ന് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ 2 വട്ടം ഒന്ന് ആലോചിക്കും. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനാണ്, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടോ? ഒരു നല്ല അച്ഛനും അമ്മയാകാൻ നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം വേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഒത്തിരി പണം കയ്യിൽ വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാകെ വേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും അവരുടെ ആഗ്രഹങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള ഒരു നല്ല മനസ്സാണ്.